അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഞെട്ടിത്തെറിക്കുകയാണ്. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റാത്തവണ്ണം ലോകത്തിൻ്റെ അന്തരീക്ഷം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തമായി ജീവിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴാണ് മഹാദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടോ പ്രകൃതി നിർമ്മിതമായിട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ലോകത്തിലൊരിക്കലും ഈ അതികഠിനമായ ദുരന്തപൂർണമായ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവുകയില്ലേ എന്നൊരു ചോദ്യം സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ലോകത്തിൽ ആർക്കും അതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും നമ്മൾ പാത്രീഭൂതരായിത്തീരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ശ്രേഷ്ഠമായൊരു പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ തന്നെ മഹത്വമായ ഒരു ഭരണമുണ്ടാകും. അത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകം ഭരിക്കുന്നൊരു കാലഘട്ടമാണ്. 4 ലോക സാമ്രാജ്യങ്ങൾ ഈ ലോകത്തെ ഭരിച്ചു. ബാബിലോൺ, മേദോപാർസ്യ, യവന സാമ്രാജ്യം, റോമാ സാമ്രാജ്യം. ഭരണം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണം കൊണ്ട് അവസാനിച്ചു. ഇനിയൊരു 5ാം ലോക സാമ്രാജ്യം ഈ ലോകത്തിൽ ഉദയം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകഭരണമാണ്. സഖറിയ പ്രവചനത്തിലെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ തുടർന്ന് 2ാം അധ്യായമാണ് പഠിക്കുന്നത്. 2ാം അധ്യായത്തിലെ വിഷയം ഞാൻ പറഞ്ഞല്ലോ. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ മഹാരാജാവായി മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തു തന്നെ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുകയാണ്. ശലോമോൻ പണിത ദേവാലയം തകർക്കപ്പെട്ടു. അതിനുശേഷം ഇസ്രായേൽ മക്കൾ ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് മടങ്ങി വന്ന് പുനർനിർമ്മിച്ച ദേവാലയം അത് തകർക്കപ്പെട്ടു. പിന്നീട് ഹെരോദാവ് പണിത ദേവാലയം തകർക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി 2000-ലധികം വർഷത്തോളമായി യഹൂദൻ ദേവാലയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവൻ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കും എന്നുള്ളതാണ് 2ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം, ഇസ്രായേലിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഭാവി മഹത്വം, ഇതാണ് 2ാം അധ്യായത്തിലെ വിഷയം. 6ാമത്തെ ക്ലാസ്സിൽ ഞാനത് കുറേ വിസ്തരിച്ചിരുന്നു. ഇതിലെ വിഷയങ്ങൾ 2ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ദർശന വിവരണമാണ്. 2ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം ദർശന സന്ദേശമാണ്. 2ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യം മശിഹയുടെ ഇസ്രായേലിന് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. 2ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ദൈവത്തിൻ്റെ വിധിയും മഹത്വവും പ്രഖ്യാപിക്കുകയാണ്. 2ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം മശിഹയുടെ ഭാവി വാഗ്ദാനങ്ങൾ നൽകുകയാണ്. 2ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കൽപ്പനയാണ്. 1-2 വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചതാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ക്രിസ്തു നടത്തുന്നു എന്നുള്ളതാണ് 1-2 വാക്യങ്ങളുടെ വിഷയം. ഞാനത് ആവർത്തിക്കുന്നില്ല. 2ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം ദർശന സന്ദേശമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ഈ യെരുശലേമിന് ലഭിക്കാൻ പോകുന്ന അതിമഹത്തായ അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമായി പറയുന്നത്. 3 മുതൽ 5 വരെയുള്ള വാക്യം. 4ാം വാക്യം വായിക്കുമ്പോൾ, നീ എഴുന്നേറ്റ് എന്നീ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേമിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും ഒരു തീമതിലായിരിക്കും. യെരുശലേം എന്ന് പറയുന്ന രാഷ്ട്രം ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമായി ഇന്ന് അടയ്ക്കപ്പെട്ട ഒരു രാജ്യമാണ്. അത് യഹൂദ മതത്തിന് വേണ്ടിയാണ്, ഇസ്രായേൽ ജാതിക്ക് വേണ്ടിയാണ്. അവരവരുടെ മതിൽ കെട്ടിയടച്ചിരിക്കുകയാണ്. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. നമുക്കറിയാം, ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ പോകുന്നവരുണ്ടെങ്കിലും ഒരു മെമ്പർഷിപ്പ് എന്ന നിലയിൽ, ആ രാജ്യത്തിൻ്റെ അവകാശികളെന്ന നിലയിൽ ഇപ്പോഴും നിലകൊള്ളുന്നത് അബ്രഹാമിൻ്റെ സന്തതികളാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാൻ ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ വായിക്കുന്നത്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും. ഇസ്രായേൽ രാഷ്ട്രം, യഹൂദ രാഷ്ട്രമെന്ന് പറയുന്നത് മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെ മതിലില്ലാതെ തുറന്നു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, സഖറിയ പ്രവചനം 13 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കർത്താവ് ലോകത്തിൽ ഭരിക്കുന്ന സമയത്ത് ലോകത്തിലെ രാജാക്കന്മാർ, ലോകത്തിലെ ജാതികൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വം അന്വേഷിച്ച് യെരുശലേമിലേക്ക് വരും. ഇന്നും യെരുശലേമിലേക്ക് നമുക്ക് വിസയൊക്കെ എടുത്ത് പോകാൻ പറ്റും. കർത്താവിൻ്റെ ഭരണം ലോകത്ത് നടക്കുമ്പോൾ അന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രത്തലവന്മാർ ഒക്കെ
ക്രിസ്തുവിൻ്റെ ആലോചന കേൾക്കാനും ക്രിസ്തുവിനെ നേരിട്ട് കാണുവാനുമായി യെരുശലേമിലേക്ക് വരും. അന്ന് അതിൻ്റെ മതിലുകളെല്ലാം തുറന്നു കിടക്കും. എന്ന് പറഞ്ഞാൽ ശത്രുതയില്ലാതെ, ശത്രുക്കളില്ലാതെ ലോക ഭരണം നടത്താൻ പോകുന്ന അനുഗ്രഹിതനായ വ്യക്തിവിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കും അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ലോകത്തിലെ ഏത് രാഷ്ട്രത്തലവന്മാർക്കും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവരെ നശിപ്പിക്കാനും അവരുടെ രാജ്യത്തെ നശിപ്പിക്കാനും പരിശ്രമിക്കുന്ന ദുഷ്ടശക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസികളോട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയും യാചനയും പക്ഷപാതവും കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നന്നായി ഭരിക്കുന്ന ഭരണാധിപന്മാരുണ്ടെങ്കിൽ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധിപന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും ചെയ്ത് അവരെ ശരിയായ നിലയിൽ ദൈവം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൽ ഭരിക്കുന്ന എല്ലാ ഭരണാധിപന്മാരും ദുഷ്ടശക്തികളുടെ ആക്രമങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിൻ്റെ ഭരണം നടത്തുമ്പോൾ, അന്ന് നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്, മഹാപീഡന കാലത്ത് ഈ ലോകത്തെ മുഴുവൻ മുച്ചൂടും മുടിക്കാൻ ഭരണത്തിലേക്ക് വരുന്ന എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ ലോക ഭരണാധികാരി, അവനെ ക്രിസ്തുവിൻ്റെ പരിവേഷം നൽകി ഒരു കള്ളമതത്തിൻ്റെ പേരിൽ അവനെ രൂപപ്പെടുത്തിയെടുത്ത് ലോകത്തിൽ അവനെ അവതരിപ്പിക്കുന്ന കള്ളപ്രവാചകൻ, ഇവരെ രണ്ടുപേരെയും കൂടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ ജീവനോടെ പിടിച്ചുകെട്ടി അഗ്നി തടാകത്തിലേക്ക് തള്ളുകയാണ്. അതിനുശേഷം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, ലോകത്തെ മുഴുവൻ ദുഷ്ടതയിലേക്ക് കൊണ്ടുവരുന്ന ലോകത്തിലുള്ള സകല മനുഷ്യരെയും കണ്ണുനീർ കയത്തിലേക്ക് തള്ളിയിടുന്ന ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ലൂസിഫറാണ്, പിശാചാണ്. ദൈവത്തിൻ്റെ ആർക്കേഞ്ചലായിരുന്ന, ഇന്ന് ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന പിശാച് എന്നറിയപ്പെടുന്ന ലൂസിഫർ, മഹാസർപ്പം എന്നറിയപ്പെടുന്ന ലൂസിഫർ, ഏദൻ തോട്ടത്തിൽ നാദവും ഹവ്വയും ചതിച്ച ലോകത്തിലെ മനുഷ്യവർഗത്തെ മുഴുവൻ ചതിമോഹങ്ങളാൽ വഷളത്വത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൽ നകലെ അവരെ അകറ്റിക്കളയുന്ന ആ പൈശാചിക ശക്തി ശക്തമായി കാലഘട്ടങ്ങളിൽ നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്നത്. മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കുകയാണ്. എത്രയോ മാതാപിതാക്കൾ നിലവിളിക്കുകയാണ്. എന്താണ് കാരണം? ഈ ലോകത്തെ നശിപ്പിക്കുക, ദൈവത്തെങ്കിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കാതെ, ദൈവ സ്വഭാവത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരാതെ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളായി, ദൈവ സ്വഭാവമുള്ളവരായി, ദൈവ സ്നേഹത്തിൽ ജീവിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈശ്വര വിശ്വാസത്തിലും ഈശ്വര സ്നേഹത്തിലും ഈശ്വരനോടുള്ള പ്രതിബദ്ധതയിലും മനുഷ്യൻ ജീവിക്കാതെ അവനെ എല്ലാത്തരം അധർമ്മങ്ങളിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുന്ന ദുഷ്ടശക്തി ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുകയാണ് പൈശാചിക രൂപത്തിൽ. ഇന്നും അതതിൻ്റെ ഏറ്റവും പ്രകടമായ നിലയിലേക്ക് ഇന്ന് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിനെല്ലാം ഒരു അറുതി ഉണ്ടാകും. ക്രിസ്തു ലോകത്തിൻ്റെ ഭരണം നടത്തുമ്പോൾ, 1000 വർഷത്തെ ഭരണം നടത്തുമ്പോൾ പിശാചിനെ അഗാധ കൂപത്തിലിട്ട് പൂട്ടുകയാണ്. അതുകൊണ്ട് അന്ന് ലോകത്തെ നശിപ്പിക്കുവാൻ, മനുഷ്യനെ കഷ്ടതയിലേക്ക് നയിക്കുവാൻ പറ്റുന്ന ഒരു ദുഷ്ടശക്തിയും ലോകത്തിലില്ല. നിങ്ങൾ യെശയ്യാപ്രവചനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാടും പുള്ളിപ്പുലിയും ഒക്കെ ഒരുമിച്ച് കഴിയുന്ന, മനുഷ്യനും മൃഗവും തമ്മിലുള്ള എല്ലാ ശത്രുതയും ഇല്ലാതാകും. നമുക്കറിയാം, സസ്യബുക്കായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പിന്നീട് മനുഷ്യൻ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവൻ മാംസബുക്കായി തീർന്നത്. അതുകൊണ്ടാണ് മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ശത്രുത ഉണ്ടായിട്ടുള്ളത്. അത് കർത്താവ് ഭരിക്കുമ്പോൾ ഇതില്ലാതാകും. മനുഷ്യരെല്ലാം സസ്യബുക്കാകും. മൃഗങ്ങളെ ഭക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറും. അങ്ങനെ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമെന്ന മനോഹരമായൊരു അവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ ലോകഭരണമെന്ന് പറയുന്നത്. മാത്രമല്ല, കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആയുസ് 1000 വർഷമാണ്. മരണം എന്ന 3 അക്ഷരം ക്രിസ്തു ലോകത്തിൽ ഭരിക്കുമ്പോൾ ഉണ്ടാകില്ല. നിങ്ങൾ പ്രവചനങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ഞാനത് പിന്നീട് 1000 വർഷ ക്രിസ്തുവിൻ്റെ ഭരണമെന്നുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ ഭരണം നടത്തുമ്പോൾ ദൈവം തന്നെ ഒരു വലിയ മതിലായി ലോകത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ദൈവം മതിലായി നിൽക്കുന്നത്, ദൈവം സംരക്ഷണം നൽകുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സംരക്ഷണം കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഷ്ടൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ദുഷ്ടതയുടെ പുറകെ പോകുന്നവരാണ്. അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തിൽ നിൽക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദൈവം തീർച്ചയായിട്ടും സംരക്ഷണം നൽകും. അവർക്ക് കഷ്ടതകൾ ണ്ട്, പ്രയാസങ്ങളുണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട്, എല്ലാ പ്രതികൂലങ്ങളുണ്ടെങ്കിലും അവർക്കൊരു സുരക്ഷ കർത്താവ് നൽകുന്നുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും.
6ഉം 7ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിനോട് മടങ്ങി അവരുടെ രാജ്യത്തേക്ക് വരുവാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇത് നമുക്കറിയാം, ഈ കോരശ് രാജാവ് കൽപ്പന കൊടുത്താണ് ബാബിലോണിയ ഭരണകാലം പ്രവാസ വർഷം ഏതാണ്ട് 70 വർഷം തികയുന്നതിന് മുമ്പ് കോരശ് രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് 50,000-ഓളം വരുന്ന യഹൂദന്മാർ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുന്നത്. ആ പുനർനിർമ്മാണം പൂർത്തീകരിക്കാതെ പിശാച് അല്ലെങ്കിൽ ശത്രു തടഞ്ഞപ്പോഴാണ് അവർക്ക് പ്രോത്സാഹനമായിട്ടാണ് ഈ സഖരിയ പ്രവാചകനിലൂടെ, ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ഈ ജനത്തോട് സംസാരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് 50,000 മഹാഭൂരിപക്ഷം വരുന്ന യഹൂദന്മാർ ബാബിലോണിൽ അവർ മനോഹരമായ വീടുകളൊക്കെ പണിത് മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളുടെ ഭാഗമായി തീർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവർക്ക് ബാബിലോണിലേക്ക് ഇസ്രയേലിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടായ കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് വന്നെന്നുള്ളത്, പിന്നീടും വന്നെന്നുള്ളത് ശരിയാണ്. എന്നാൽ മഹാഭൂരിപക്ഷം പേരും ഒരു സുരക്ഷിതമില്ലായ്മയുടെ പേരിൽ യെരുശലേമിലേക്ക് മടങ്ങി വരാൻ തയ്യാറായില്ല. നമുക്കറിയാം, നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നെഹമ്യാവ് തൻ്റെ സന്ദർശകരായി യെരുശലേമിൽ നിന്ന് മടങ്ങി വന്ന ഹനാനിയോടും മറ്റു കൂട്ടരോടുമൊക്കെ യെരുശലേമിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അവിടെ ആ സംസ്ഥാനത്ത്, അതായത് മടങ്ങിപ്പോയ 50,000-ഉം അതിനുശേഷം പിന്നീട് പല ഭാഗങ്ങളായി വന്ന കുറച്ച് ആളുകളുമൊക്കെ ഒരുപക്ഷെ 10,000-60,000 പേര് അവരെക്കുറിച്ച് പറഞ്ഞത് മഹാകഷ്ടത്തിൽ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്നുള്ള അവസ്ഥ. നെഹമ്യാവ് ഒരുപക്ഷെ മതിൽ പണിയാനായിട്ട് വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ സഖരിയ പ്രവാചകൻ ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, സുരക്ഷിതത്വമില്ലാത്ത ഒരു രാജ്യത്തേക്ക് മടങ്ങി വരുവാൻ അന്ന് ഇസ്രായേലിന് താല്പര്യമുണ്ടായില്ല. എന്നാൽ ഇവിടെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ മടങ്ങി വരണം. അവിടെ 6-ാം വാക്യം വായിക്കും, ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റ് പോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിനോട് ബാബിലോണിൽ നിന്ന് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്നത്? അതിൻ്റെ താഴോട്ട് 8-ാം വാക്യം വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മഹത്വത്തിനായി അയച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇസ്രയേലിനെ ആക്രമിച്ച, കീഴടക്കിയ, അവരെ ദുഷ്ടതയിലേക്ക് തള്ളിവിട്ട, അവരെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന എല്ലാ രാജ്യങ്ങളെയും ന്യായം വിധിക്കാൻ മശിഹാ തമ്പുരാൻ മടങ്ങി വരാൻ പോവുകയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഇവിടെ ഇത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇസ്രയേലിനെ ആക്രമിച്ച രാജ്യങ്ങളെ ക്രിസ്തു തന്നെ നേരിട്ട് ന്യായം വിധിക്കാൻ പോവുകയാണ്. അങ്ങനെ ന്യായം വിധിക്കാൻ പോകുമ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, നൂറ്റാണ്ടുകളായി പീഡനം അനുഭവിക്കുന്ന ഒരു ജനതതി അവരോട് പറയുകയാണ്, നിങ്ങളെൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്, നിങ്ങളെ തൊടുന്നവൻ എന്നെയാണ് തൊടുന്നത്. ഒരുപക്ഷെ ഇത് ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്. കൺമണി എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമുക്കറിയാം, ശൗലിനോട് കർത്താവ് പറഞ്ഞത്, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ അതിഭയങ്കരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ദയനീയമായ അവസ്ഥയിലിരുന്ന ആ പാവപ്പെട്ട വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് അവരെ കൊന്നൊടുക്കുവാനായിട്ട് വന്ന ശൗലിനോട് പറയുകയാണ്, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, ദൈവമക്കളായിരിക്കുന്ന നമ്മളെ ആക്രമിക്കുമ്പോൾ അവൻ ആക്രമിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ആരാണെങ്കിലും, ഏത് രാജ്യക്കാരാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, സത്യസന്ധരായി ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവരെ ആക്രമിച്ചാൽ അതിന് തീർച്ചയായിട്ടുള്ള പകരം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബാബിലോൺ അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിനെ പീഡിപ്പിച്ചതിന് ബാബിലോൺ ശിക്ഷ ഏറ്റുവാങ്ങി, മേദോ പാർത്ത് ശിക്ഷ ഏറ്റുവാങ്ങി, അലക്സാണ്ടറിൻ്റെ യവന സാമ്രാജ്യം ശിക്ഷ ഏറ്റുവാങ്ങി, റോമാ സാമ്രാജ്യം ശിക്ഷ ഏറ്റുവാങ്ങി. കാലാകാലങ്ങളായി ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള രാജ്യങ്ങൾ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. ഇന്ന് ക്രൈസ്തവരായിട്ടുള്ള ദൈവത്തെ സത്യസന്ധമായി സ്നേഹിക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്നവരാരാണെങ്കിലും ശരി, അവർക്ക് ശക്തമായ പീഡനവും ശിക്ഷയും ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുണ്ടാകും. രാഷ്ട്രപരമായ ശിക്ഷ ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ,
ലോകത്തിൻ്റെ വെളിച്ചമായി, ലോകത്തിൻ്റെ സമാധാനമായി, ലോകത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സത്യസന്ധതയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നൈജീരിയയിലും അങ്ങനെ പലയിടത്തും കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കുന്നു. അവരാരുടെയും വീട് കൊള്ളയടിക്കാൻ പോയിട്ടല്ല, അവർ തീവ്രവാദം നടത്തിയിട്ടല്ല. സത്യസന്ധമായി ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരെയും ഒരു ദ്രോഹത്തിനും പോകുന്നവരല്ല. അങ്ങനെയുള്ള നിരപരാധികളായ ആളുകളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ദൈവം തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്ത ഭരണാധികന്മാരെ മാത്രമല്ല, അങ്ങനെ ദൈവമക്കളെ ആക്രമിച്ച രാഷ്ട്രത്തെ ഒന്നാകെ ദൈവം ന്യായം വിധിക്കും, ശിക്ഷിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളോട് കർത്താവ് പറഞ്ഞത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിലെ ക്രൂശിൽ ആണിയടിച്ചപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നതെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. എന്താ കാരണം? പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ച, അവനെ ക്രൂശിച്ച, അവനെ കൂട്ടുനിന്ന ആളുകൾക്കെല്ലാം ശിക്ഷയുണ്ട്. മാനസാന്തരപ്പെടാത്ത എല്ലാവർക്കും ശിക്ഷയുണ്ട്. അത് ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചിരിക്കുക. എന്നാൽ ഇന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നത് ന്യായവിധിയെല്ലാം ഇന്ന് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഇപ്പം ന്യായം വിധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നാം, എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നിട്ടും കർത്താവ് എന്തുകൊണ്ട് നോക്കി നിൽക്കുന്നു? ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ച് കുഴിയിൽ ഇട്ട് മൂടുന്ന സങ്കടകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കർത്താവ് എന്തുകൊണ്ടാണ് കാണുന്നത്? ഇന്ന് കർത്താവ് ലോകത്തെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല എന്നെ ദൈവമക്കൾ സ്നേഹിക്കുന്നത്. ഈ പീഡനങ്ങളെല്ലാം നടത്തിയിട്ടും, ഈ കഷ്ടതകളെല്ലാം വരുത്തിയിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ആളുകൾ തയ്യാറാകാത്തത്? അവരുടെ സ്ഥലവും വീടും എല്ലാം വിറ്റുപിറക്കി കളഞ്ഞിട്ടും, സ്വന്തം ഗ്രാമങ്ങൾ തിരിച്ചു വരാൻ പറ്റാഞ്ഞിട്ടും, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു വന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ പീഡനങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞത്, ലോകം മുഴുവൻ ഈ കഷ്ടതകൾ ഏറ്റെടുത്തിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ആളുകൾ തള്ളിപ്പറയാത്തത്? നൈജീരിയയിലും സുഡാനിലും ഒക്കെയുള്ള പാവപ്പെട്ട പട്ടിണിക്കോലങ്ങളായ മനുഷ്യൻ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തത്? അവർക്കൊരു പ്രത്യാശയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ഈ നാശകരമായ ഭൂമിയിൽ നിന്ന് അവർക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ടാകും. അവരുടെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിത്യത മുഴുവൻ ജീവിക്കാമെന്നുള്ള ആ സ്വർഗീയ യെരുശലേമിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശയുള്ളവർക്ക് മരണമെന്ന് പറയുന്നത് ഒരു ഭാഗ്യകരമായ അനുഭവമാണ്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ്റെ മരണം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ ആരെങ്കിലും മരിച്ചാൽ അവരെ എത്ര ഗൗരവമായിട്ടാണ് അവർ ആദരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഓരോ ആളുകളെയും സ്വർഗം ആദരിക്കുന്ന ഒരു ദിവസം നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് കൂട്ടക്കൊലയൊക്കെ ചെയ്യുമ്പോൾ ഇത് കർത്താവ് കാണുന്നില്ല, അറിയുന്നില്ല ഒന്നൊന്നും ആരും വിചാരിക്കരുത്. ശക്തമായ ന്യായവിധി അത്തരം രാജ്യങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ തൊടുന്നവനവൻ്റെ കൺമണിയെ തൊടുന്നു, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് വളരെ രസാവഹമായ ന്യായവിധിയാണ്. എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങളിലൂടെ ലോകത്തെ രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിധിയും മഹത്വവും ഇവിടെ വ്യക്തമായി പ്രസ്താവിക്കുകയാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം പഠിച്ചാൽ മശിഹയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഇസ്രായേലിനുള്ള മശിഹയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. എന്താണ് ആ വാഗ്ദാനങ്ങൾ? അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു. ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവുമാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. യഹൂദനെ സംബന്ധിച്ചും അവർ കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ, ആ മശിഹ ലോകത്തിൽ വന്നപ്പോൾ അവർക്ക് അവനെ അംഗീകരിക്കാൻ പറ്റിയില്ല. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ആദ്യമായി 120 പേരുള്ള ആ സംഘം, യേശുവിൻ്റെ അമ്മയായ മറിയോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 പേരുള്ള സംഘം മുഴുവൻ യഹൂദന്മാരായിരുന്നു. പിന്നീട് 3000-ഓളം പേർ പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്ന് ദൈവസഭയോട് ചേർന്ന് 3000 പേരും യഹൂദന്മാരായിരുന്നു.
പിന്നീടുണ്ടായ 4000 പേരും യഹൂദന്മാരായിരുന്നു. ഏഷ്യൻ ഭൂഖണ്ഡത്തിലുടനീളം യഹൂദന്മാരും ധാരാളം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ജാതികൾക്കും ദൈവസഭയിലേക്ക് വരുവാനെന്ന് ദൈവ അവസരമുണ്ടായി. അതുകൊണ്ട് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ ദൈവസഭയ്ക്ക് എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ യഹൂദന്മാരും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കാത്തിരിക്കുന്നത് അവരുടെ പ്രാണനാഥനായ യേശുക്രിസ്തുവിൻ്റെ വരവാണ്. ഇവിടെ പറയുന്നത് എന്താണ് ആ വരവിൻ്റെ പ്രത്യേകത? സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. യഹൂദനോടുള്ള ബന്ധത്തിൽ ഈ അവർ ഘോഷിച്ച് ഉല്ലസിക്കാൻ പോകുന്നത് മശിഹ മടങ്ങി വരുന്ന മഹാപീഡനത്തിൻ്റെ ഒടുവിലാണെങ്കിൽ, കർത്താവിൻ്റെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ അവിടെ വായിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. എന്താണ് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യേകത? എബ്രായ ലേഖനം 9:28 നമ്മൾ വായിക്കുന്നത്, അവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് കർത്താവ് മടങ്ങി വരുമെന്നുള്ള പ്രത്യാശയുള്ളത്. അവരാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നത്. ആ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് മടങ്ങി വരാൻ പോകുന്നത്. യേശുക്രിസ്തു ഇനി മടങ്ങി വരുന്നത് ഒരു പാപിയെയും രക്ഷിക്കാനല്ല, ലോകത്തിലെ സകല മനുഷ്യൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷമാണ് അവനിന്ന് ഉയരങ്ങളിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നത്. ഇന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗവർണ്ണ വ്യത്യാസങ്ങളെ അതിർവരമ്പ് കൂടാതെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവ അധികാരം കൊടുത്തിരിക്കുക. അത് മതം മാറ്റത്തിൻ്റെയോ സഭ മാറ്റത്തിൻ്റെയോ അന്തരീക്ഷമല്ല. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി ഒരാൾ സ്വീകരിക്കുമ്പോൾ അവനെ ദൈവത്തിൻ്റെ മകനായി ദൈവം അംഗീകരിക്കുകയാണ്. അങ്ങനെയുള്ളവരോടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ആ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവവചനത്തിലൂടെ അവനെ ശുദ്ധീകരിച്ച് ഈ ലോകത്തിൽ കൊള്ളാവുന്നവനായി അവനെ മാറ്റിയെടുക്കുകയാണ്. കൊള്ളരുതാത്തവരെ കൊള്ളാകുന്നവരാക്കിയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. കൊള്ളരുതാത്തവരാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റ് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അതൊരു പ്രോസസ്സാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരാളെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുന്നത് എന്തിനാണ്? സഭ എന്ന് പറയുന്നത് ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ആത്മീകമായി പുരോഗതിക്ക് വേണ്ടിയാണ്, ഭൂമിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിനെ കർത്താവ് സഭയിൽ ചേർക്കുന്നത് അവൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ആത്മീക വളർച്ചയിലേക്ക് ഒരു സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മീയ കൂട്ടായ്മയിൽ അവൻ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവൻ ഓരോ ദിവസവും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും കള്ളുകൂടി കൂടിക്കൊണ്ടിരിക്കുമെന്നല്ല, ഓരോ ദിവസവും വ്യഭിചാരം കൂടിക്കൊണ്ടിരിക്കുമെന്നല്ല, ഓരോ ദിവസവും അക്രമം കൂടിക്കൊണ്ടിരിക്കുമെന്നല്ല. അവൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ വഴികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ദൈവത്തിൻ്റെ മകൻ്റെ സ്വഭാവത്തോടെ ജീവിക്കും. അങ്ങനെയല്ലാത്തവർ ദൈവത്തിൻ്റെ മക്കളല്ല കേട്ടോ, ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ക്രൈസ്തവരുടെ ഇടയിൽ ഒരുപക്ഷെ മദ്യപിക്കുന്നവരും ബഹുബലിക്കുന്നവരും പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന വലിയൊരു പറ്റം ആളുകൾ കാണും. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മദ്യപാനവും നിങ്ങളുടെ പുകവലിയും നിങ്ങളുടെ പാപത്തിൻ്റെ വഴികളും എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് ദൈവവചനത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാത്തിടത്തോളം കാലം കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടത്തില്ല. എന്താണ് ഈ എടുക്കപ്പെടലിൻ്റെ ആവശ്യം? കർത്താവ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട് പറയുന്ന നിരവധി അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഒന്ന് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലമാകുന്ന എന്ന് പറഞ്ഞാൽ, നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ അധർമ്മം കൊണ്ട് പെരുകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം അതിവേദനയായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അനുദപിച്ചു. അന്ന് നോഹയുടെ കാലത്ത് ലോകത്തിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളെയും നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചു. ഒരു വലിയ ജലപ്രളയം വരുത്തി 40 ദിവസവും 40 രാവും 40 പകലും ഈ ഭൂമിയിൽ മഴ പെയ്ത് വലിയ മലകൾ നികന്ന് വെള്ളം നിറഞ്ഞ് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ജനം മുഴുവൻ ആ ജലപ്രളയത്തിൽ പോയി. അതിലൊരു കുടുംബം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ.
അത് നോഹയുടെ കുടുംബം. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. ഗോഫർ മരം കൊണ്ട് അവനൊരു പെട്ടകം പണിതു, അതിന് കീലു തേച്ചു. ആ പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ നോഹയും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ പെട്ടകത്തിൽ കയറി. ആ പെട്ടകം പടന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നവരോടൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്, ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം, ഈ പെട്ടകത്തിൽ കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അന്ന് അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി, ഈ വയസ്സനെ വട്ടാണ്, ഇതുവരെയും മഴ പെയ്തിട്ടില്ലാത്ത ലോകത്ത്, മഞ്ഞ് പെയ്ത് ഭൂമിയെ സംരക്ഷിക്കുന്ന ലോകത്ത് എവിടെയാണ് മഴ? എന്നാൽ പെട്ടകത്തിൽ ദൈവം പറഞ്ഞ ഇന്ന് ഭൂമിയിൽ കാണുന്ന മൃഗങ്ങളെല്ലാം ഈരണ്ടീരായിട്ട് അതിൽ ദൈവം അത് നോഹ പറഞ്ഞിട്ടല്ല, ദൈവം പറഞ്ഞിട്ട് വന്നു കയറി. ദൈവം ആരോടും പറഞ്ഞില്ല, ദൈവം നോഹയോടും കുടുംബത്തോടും മാത്രമേ പറഞ്ഞുള്ളൂ. നോഹയാണ് നീതിപ്രസംഗിയായ നോഹ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് ഒരു മനുഷ്യൻ പോലും അതിനകത്ത് കയറിയില്ല. ആ പെട്ടകത്തിനകത്ത് കയറിയ 8 പേരൊഴിച്ച് അന്ന് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ദൈവം നശിപ്പിച്ചു. എന്താ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കാലവും? ഇന്ന് എന്തെല്ലാം അധർമ്മങ്ങളാ, എന്തെല്ലാം ദുരന്തങ്ങളാ! നോഹയുടെ കാലത്തേക്കാൾ അധികമായി അധർമ്മങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. എത്ര അമ്മമാരാണ്, എത്ര കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടാകണ്ടേ? അതുകൊണ്ട് ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്. നോഹയുടെ കാലത്തെ പോലെ തന്നെ ദൈവം ഭൂമിയെ ന്യായം വിധിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? മഹാപീഡനമെന്ന് പറയുന്ന അതിഭയാനമായ ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 7 വർഷം ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ്. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ വായിക്കുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇന്ന് രാത്രിയാണ് കാഹളം തൊലിച്ച് ദൈവമക്കൾ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതെങ്കിൽ നാളെ മുതൽ ഇവിടെ മഹാപീഡനം ആരംഭിക്കുകയാണ്, ദുരന്തം ആരംഭിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ സംഭവങ്ങളും നടക്കുന്ന അതിഭയാനകമായ ഒരു ദുരന്തം, ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലൊക്കെയും വരുന്ന പരീക്ഷാകാലം എന്ന് പറയുന്ന ആ ഭയങ്കരമായ ന്യായവിധി ലോകത്തിന്മേൽ വന്ന് ഭവിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഇന്നൊരു പെട്ടകമുണ്ട് കയറാൻ. ഏതാണെന്നറിയാമോ? യേശുക്രിസ്തുവാകുന്ന പെട്ടകം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവവനെ മരിച്ചുവെന്ന് ഉറപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് വരും. നിൻ്റെ പാപ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും. നിൻ്റെ മദ്യപാനം മാറും, നിൻ്റെ പുകവലി മാറും, നിൻ്റെ മയക്കുമരുന്ന് ഉപയോഗം മാറും. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിൻ്റെ ഭവനത്തിലും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ കഴിയും. 128-ാം സങ്കീർത്തനത്തിൽ വായിക്കും, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ആര്? യഹോവ ഭക്തനായൊരു പുരുഷൻ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ സഭകളിലുള്ള വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഉയർച്ച കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് അവർക്ക് ആരുടെ കൊണ്ട് കൊടുക്കുന്നു. ഒന്നുമല്ല. കൂലിപ്പണി ചെയ്യുന്നവരാണെങ്കിലും പല തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കള്ളുഷാപ്പിലും കഞ്ചാവ് കൊടുക്കാനും മയക്കുമരുന്നിനും കൊണ്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ ഫലമായി രോഗങ്ങൾ അധികം ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ദൈവമക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സത്യസന്ധമായി ജീവിച്ചാൽ, സങ്കീർത്തനം പറയും, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ, ഈ ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിച്ചാൽ ലോകത്തിൻ്റെ മഹാദുരന്തത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കുക. എങ്ങനെയാണ് കർത്താവ് വരുന്നത്? കർത്താവ് തൻ ഗംഭീരനാദം. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നാണ്. എന്നാൽ ഗംഭീരനാദം അതിനേക്കാളൊക്കെ എത്രയോ ഭയങ്കരമാണ്. പക്ഷേ അത് രക്ഷിക്കപ്പെടാത്ത ഒരാൾ കേൾക്കത്തില്ല. 2 പേരൊരു കട്ടിൽ കിടക്കും, ഒരാളെ എടുക്കും, മറ്റേ ആളവിടെ കിടക്കുമെന്ന് അത് റാപ്ചറിനോട് ബന്ധപ്പെട്ടാണോ പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ പോലും ആ വാക്ക് അർത്ഥത്തിൽ ഒരു ശരിയാണ്. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി എടുക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ മാത്രമേ ഈ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം കേൾക്കത്തുള്ളൂ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ നിങ്ങൾ കേൾക്കത്തില്ല. ദൈവം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയുള്ളൂ. കല്ലറയിൽ മരിച്ചു മറഞ്ഞ മണ്ണോട് മണ്ണായി തീർന്ന യോ പറഞ്ഞതുപോലെ, ഞാൻ പൊടിയായിരുന്നാലും എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ടവനെ കാണും. അതുകൊണ്ട് ആ പുനരുദ്ധാന ദിവസം അടുത്ത് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കാഹളം ധരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് വായിക്കുന്നത്
സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിൻ്റെ മധ്യയെ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തോട് ചേർന്ന് നമ്മൾ വസിക്കുന്നതിന് യഹൂദൻ്റെ നടുവിലേക്ക് കർത്താവ് മടങ്ങി വന്ന് അവനോട് ചേർന്ന് കർത്താവ് വസിക്കാൻ പോവുകയാണ്. മാത്രമല്ല അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും, ഞാൻ നിൻ്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ നിന്നെ എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരുശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. കർത്താവ് ഇസ്രായേലിൻ്റെ രാജാവായി ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു, ദൈവസഭയെ സ്വീകരിക്കാൻ പോകുന്നു. ഇനി 13-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പന എല്ലാവരോടും പറയുകയാണ്. എന്താണ്? സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ, അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇന്നൊരു പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരിപ്പിൻ. പലപ്പോഴും നമ്മുടെ വികലമായ സംസാരങ്ങൾ, വികലമായ ചിന്തകൾ പലപ്പോഴും വളരെ വികടധാരണമായി മാറാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിന് മുമ്പിൽ മിണ്ടാതിരിക്കുക. ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഇതറിയാത്ത, മനസ്സിലാക്കാത്ത ഒരാളുടെ മുമ്പിലല്ല നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കിത്തരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരുന്ന ഈ വലിയവനായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.